കർത്താവിൻ്റെ മഹാ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം ആ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വളരെ പ്രതീക്ഷയോടും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സന്തോഷത്തോടെ ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ തടസ്സങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. തടസ്സങ്ങളെക്കുറിച്ച്, പലവിധ തടസ്സങ്ങളെക്കുറിച്ച്. ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്താൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ മിനിമം 10 തടസ്സങ്ങളെങ്കിലും കാണും. മിനിമം 10 തടസ്സം. മിനിമമാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ മുകളിലും ഉണ്ട്. അതിൻ്റെ മുകളിൽ എത്രയോ മടങ്ങുണ്ട് തടസ്സങ്ങൾ. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൽ തടസ്സങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സാധ്യതകളെക്കുറിച്ചും കൂടെ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറഞ്ഞു വെക്കുന്നു. തടസ്സങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സാധ്യതകളെക്കുറിച്ചും കൂടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാധ്യതകളെ ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ അവനിലെ തടസ്സങ്ങളെ അവൻ തന്നെ പരിഹരിക്കത്തക്ക ഒരു എഫിഷ്യൻസി അവൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരും. ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചൊരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ആ മനുഷ്യനിൽ നിലനിൽക്കുന്നതാകുന്ന തടസ്സത്തെ ഓവർകം ചെയ്യാനുള്ള എഫിഷ്യൻസി അവൻ്റെ അകത്തുനിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പുറത്തോട്ട് വരും. കാരണം അവൻ ദൈവമെന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ഒരു ക്രിയേറ്ററെക്കുറിച്ച് വെറുതെ അറിയേല. ഒരു ക്രിയേറ്ററെക്കുറിച്ച്, ഒരു ക്രിയേഷനെക്കുറിച്ച്, ഒരു ദൈവത്തെക്കുറിച്ച്, ഒരു സൃഷ്ടാവിനെക്കുറിച്ച്, അങ്ങനൊരു സൃഷ്ടാവുണ്ട് എന്നൊരു മനുഷ്യൻ വെറുതെ അറിയത്തില്ല. 2, വെറുതെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 3, വെറുതെ വിശ്വസിക്കത്തില്ല. ഒരു മനുഷ്യൻ അറിയണമെങ്കിലും, അറിഞ്ഞവൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും, അക്സെപ്റ്റ് ചെയ്തവൻ അതിൽ വിശ്വസിച്ചുറച്ചു നിൽക്കണമെങ്കിലും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അനുവാദം ആ അറിഞ്ഞ മനുഷ്യനിൽ വേണം. ആ അറിഞ്ഞ മനുഷ്യനിൽ ആ ഒരു അനുവാദമുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ അകത്ത്, ദൈവത്തിൻ്റെ ആത്മാവ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുമ്പോൾ അവൻ്റെ അകത്തുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലുള്ള ജീവനും നിമിത്തം അവനിൽ ഒരു സാധ്യത, അല്ലെങ്കിൽ അവനിൽ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു പവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെന്ന വ്യക്തി ഒരു ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിഞ്ഞൊരു വ്യക്തിയാണ്. നിങ്ങൾ വെറുതെ അറിയത്തില്ല, വെറുതെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, വെറുതെ നിങ്ങൾ വിശ്വസിക്കത്തില്ല, വെറുതെ നിങ്ങൾ ഇന്നത്തെ ഈ സന്ദേശം കേൾക്കാം എന്ന് പറഞ്ഞിരിക്കത്തുമില്ല. കാരണം ഒരു ദൈവത്തിൻ്റെ അനുവാദം ഇന്ന് നിങ്ങളുടെ മേൽ കിടക്കുന്നു എന്നുള്ളതാണ് ആ മഹാസത്യം. ദൈവത്തിൻ്റെ അനുവാദം നിങ്ങളിൽ കിടക്കുന്നു എന്നുള്ളതാണ് മഹാസത്യം. ദൈവത്തിൻ്റെ അനുവാദം ഒരു മനുഷ്യനിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുവാദം ഒരു മനുഷ്യനിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ ദൈവത്തിന് ആ വ്യക്തിയിൽ ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നിൽ കർത്താവിന് പുതിയൊരു കാര്യം ചെയ്യാനുണ്ട്. ആ കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അസാധാരണമാകുന്നൊരു ഷേഖേന ഇവിടെ വിരിഞ്ഞിറങ്ങി വന്നത്, അസാധാരണമായൊരു ഷേഖേന ഇറങ്ങി നിന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. സോ അതൊരു കൺഫർമേഷനാണ്. ദൈവം ചില നിയമങ്ങളെ നിനക്ക് വേണ്ടി അമെൻഡ് ചെയ്യും. ഇത് ഞാൻ ആത്മാവിൽ ആരോട് പ്രവചിക്കുകയാണ്. ചില നിയമങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അമെൻഡ് ചെയ്യും. ചില നിയമങ്ങളെ സാത്താൻ ക്രിയേറ്റ് ചെയ്യുന്ന നിയമങ്ങളുണ്ട്, സാത്താൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രാമയുണ്ട്. അതിനെല്ലാം ദൈവം ഒതുക്കി വെക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം അതിനെല്ലാം ഒതുക്കി വെക്കാൻ പോവുക. ചില നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം അമെൻഡ് ചെയ്തിരിക്കും. അപ്പം നോക്കാം, സാധ്യതകളുണ്ടെങ്കിലും ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയുണ്ട്. അല്ല, ദൈവത്തിന് ഇഷ്ടമാണ് ഒരു പ്രവൃത്തി തനിക്ക് ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ
ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട്, ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വാസമുണ്ട്, എന്നാൽ എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങൾ കാണാം. എന്നെ വല്ലാതെ സമ്മർദ്ദപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഓർമ്മകൾ, ആവശ്യകതകൾ, പല തടസ്സങ്ങൾ, പല ചോദ്യങ്ങൾ, പല തരത്തിലുള്ള ഡിപ്രഷൻസ്, പല തരത്തിലുള്ള കൺഫ്യൂഷൻസ്. ഇതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാലും മുഖം തിരിഞ്ഞ് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ ഒരു മനുഷ്യന് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് വലിയൊരു മുഖ്യ തടസ്സം. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം, ദൈവം എന്നൊരു റിയാലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വാസവും ഉണ്ട്, എന്നാൽ എനിക്ക് വിശ്വാസമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അതെനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടുള്ള വിശ്വാസം ഇല്ലായ്മയല്ല, വിശ്വാസം ഉള്ളതിൻ്റെയും വിശ്വാസം ഇപ്പോൾ ഇല്ലാത്തതിൻ്റെയും മധ്യത്തിൽ ചില സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് മുകളിൽ കവിഞ്ഞൊഴുകുന്നതാകുന്ന, എന്നെ ഭരിക്കുന്ന, എൻ്റെ വികാരങ്ങളെ ഭരിക്കുന്ന, എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ പോലും നിശ്ചലമാക്കി കളയുന്ന എന്തോ ചില സംതിങ്സ്. അത് മാനുഷികമായി ക്രിയേറ്റ് ചെയ്തതായിരിക്കാം, അത് സാത്താനികമായി ക്രിയേറ്റഡ് ആയതായിരിക്കാം. ഇതിനെ ഒരു മനുഷ്യൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടനെ ആ കോഡ് കട്ട് ചെയ്ത് ക്രിസ്തുവിൻ്റെ ശക്തിയിൽ വീണ്ടും അവൻ കയറി പിടിക്കുന്നിടത്താണ് ഒരാത്മീയൻ്റെ ജയമിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ നമുക്ക് 7-ാമത്തെ വാക്യം മുതൽ നമുക്ക് താഴേക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നമുക്കൊന്ന് സാവധാനം വായിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു വാർണിംഗ് ആണ്. ഇതൊരു വാർണിംഗ് ആണ്. എന്താണ് ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ? 40 ആണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, 40 ആണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട ഒരു തലമുറ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, 2-3 കാര്യം ഇതിനകത്ത് എടുത്തു പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, 40 ആണ്ട് ദൈവത്തിൻ്റെ പല നിലയിലുള്ള പല നിലയിലുള്ള പ്രവൃത്തികൾ ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ലാത്ത വൻ പ്രവൃത്തികൾ ദൈവം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി. ആ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്ന് എനിക്ക് ചങ്കുറപ്പോടെ ഇന്ന് പറയാൻ പറ്റും. ആ ദൈവത്തിൻ്റെ മനസ്സലിവ്, ആ ദൈവത്തിൻ്റെ ഹൃദയം കഠിനമായി പോയിട്ടില്ലെന്ന് എനിക്ക് ചങ്കുറപ്പോടെ പറയാൻ പറ്റും. ഹല്ലേലൂയ. എന്താ പാസ്റ്ററിന് ഇത്ര ഉറപ്പ്? ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം തന്നെ അതിൻ്റെ ഉറപ്പ്. പാസ്റ്ററിൻ്റെ ക്വാളിറ്റി കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് കൊതിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി ഞാൻ അതിന് എക്സ്പ്ലനേഷൻ നൽകുന്നില്ല. ഞാൻ തിരുവെഴുത്തിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഗ്രിപ്പ് വിടും. 40 ആണ്ട് ദൈവപ്രവൃത്തി കണ്ട
ഒരു ദൈവജനം ജീവിച്ചിരുന്ന ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭൂമി എന്നൊരു കൊച്ചു ഗ്രഹം. 40 ആണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. എവിടെ വെച്ചാ കണ്ടേ? മരുഭൂമിയിൽ വെച്ചാ കണ്ടേ. അപ്പൊ കേക്ക്, ഏതൊരു മനുഷ്യന്റെ ലൈഫിലും മരുഭൂമിയിലൂടെ നടക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 40 ആണ്ടാണ് നീ നടക്കുന്നെങ്കിലും, 400 ആണ്ടാണ് നടക്കുന്നതെങ്കിലും, 4000 ആണ്ടാണ് നടക്കുന്നതെങ്കിലും, ആ ആണ്ടുവരെ ദൈവം നടത്തുന്ന മനുഷ്യന് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവപ്രവൃത്തികൾ കൂടെ ഉണ്ടാകുമെന്നുള്ളതൊരു ദൈവശബ്ദമാണ്. 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടു എന്ന് ദൈവം പറയണമെങ്കിൽ ദൈവപ്രവൃത്തികളെ കാണാനുള്ള ചില കണ്ണുകൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവഭാഗത്തല്ല എന്ന് മാത്രം. ദൈവം മനുഷ്യനെ ശോധന ചെയ്യും, പക്ഷേ ദൈവത്തെ ശോധന ചെയ്യുന്ന മനുഷ്യരുണ്ടായിരുന്നു എന്നും കൂടെ ഈ വചനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് മറയില്ലാതെ പറഞ്ഞു വെക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ഞാൻ വിശ്വസിക്കുന്നു ചിലരെങ്കിലും ദൈവം പ്രവർത്തിക്കുമോ എന്നും ദൈവം കാണുമോ എന്നും ദൈവം ചെയ്യുമോ എന്നും ശോധന ചെയ്യുന്ന നിലയിൽ, ഡയറക്ട്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി ദൈവത്തെ ശോധന ചെയ്യുന്ന ഒരു ഹൃദയം നമ്മളിൽ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് ദൈവപ്രവൃത്തിക്ക് തടസ്സമാ. ദൈവജനമേ, ആ ഹൃദയത്തിന് ദൈവമിടുന്ന പേരാണ് ദുഷ്ടഹൃദയം. ആ ഹൃദയത്തിന് ദൈവമിട്ട പേരാണ് ദുഷ്ടഹൃദയം. ഇപ്പൊ ഞാൻ എൻ്റെ ദൈവത്തെ ഡയറക്ട്ലി ശോധന ചെയ്യുന്നില്ല, ഞാൻ ദൈവത്തെ ശോധന ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ചില പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാനെങ്കിലും ചില സമയം ദൈവം പ്രവർത്തിക്കുവോ, എന്നാ പിന്നെ ഒരു ദൈവശബ്ദം കർത്താവ് തന്നായിരുന്നെങ്കിലൊന്ന് ഉറപ്പിക്കായിരുന്നു. അന്ന് ദൈവം അത് ചെയ്തു, ഇന്നത് ചെയ്യുവോ? പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാളായിട്ട് ദൈവം ചെയ്യുന്നില്ലല്ലോ, ദൈവത്തിനും എന്നെ വേണ്ടേ? ദൈവവും കണ്ണുപൊട്ടനാണോ, കാതുപൊട്ടനാണോ? ഞാൻ ഡയറക്ട്ലി ദൈവത്തെ ഞാൻ ശോധന ചെയ്യുന്നില്ല, പക്ഷേ ഇത്യാദി ചിന്തകൾ എന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡയറക്ട്ലി ദൈവത്തെ ശോധന ചെയ്യുന്നവന്റെ പട്ടികയ്ക്കകത്ത് വിടും. ദൈവം അത് അറിയുന്നു. സുഹൃത്തെ, എനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ ദൈവം ഒരു കണ്ണ് തന്നത് തന്നെ ഒരു മഹാകൃപയാണ്. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്നറിയാമോ? ദൈവശബ്ദം കേൾക്കാനുള്ള ഒരു ഇന്ന് നിനക്കൊണ്ടെന്നുള്ളതാ. അല്ലേ? എത്രയോ ദിവസങ്ങളിൽ നമുക്ക് പല ശബ്ദങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച ശബ്ദങ്ങൾ കേൾക്കാണ്ടിരുന്നപ്പോൾ, ആഗ്രഹിച്ച പാസ്റ്ററിൽ നിന്നൊരു ദൂത് കേൾക്കാണ്ടിരുന്നപ്പോൾ, ആഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന ആൻറ്റിയിൽ നിന്നൊരു ദൂത് കേൾക്കാതിരുന്നപ്പോൾ, ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നൊരു സഹായം ഇല്ലാതിരുന്നപ്പോൾ, ആഗ്രഹിച്ച കുടുംബത്തിൽ നിന്ന് നമുക്കൊരു സന്ദർശനം കിട്ടാതിരുന്നപ്പോൾ, ആഗ്രഹിച്ച സമയത്ത് നമുക്ക് നിരാശയുണ്ടായപ്പോൾ, കുഞ്ഞെ, നെടുവീർപ്പിന്റെ മധ്യത്തിലും നീയും ഞാനും ഒക്കെ കേട്ട ഒരു ദൈവശബ്ദമുണ്ട് എന്നുള്ളത്, ദൈവം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവും ഇന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട്, ഈ സഭയോട്, ഈ കൂട്ടായ്മയോട്, ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ഈ ആലോചന കൈമാറുന്നത് അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാകുന്നു. എന്താണ് ആ ദൈവശബ്ദം? ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എനിക്കൊരു ദൂത് താങ്കളോട് പറയാനുണ്ട്. നിങ്ങളുടെ ഇന്നലകൾ നശിച്ചു പോയിട്ടുണ്ടാകാം, നിങ്ങളുടെ ഇന്നലത്തെ സമയങ്ങൾ പാഴായി പോയിട്ടുണ്ടാകാം, നിങ്ങളുടെ ഇന്നലത്തെ ആരോഗ്യം നശിച്ചു പോയിട്ടുണ്ടാകാം, ഇന്നലത്തെ സ്വപ്നങ്ങൾ ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടാകാം, ഇന്നലത്തെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ ആർക്കു വേണ്ടിയാണോ ദൈവം പ്രവർത്തിക്കുന്നത് അവനോട് എനിക്ക് മുഖത്തു നോക്കി പറയാൻ പറ്റും, മോനെ, നിനക്ക് വേണ്ടി ഇന്നൊരു പുതിയ ഇന്ന് എൻ്റെ ദൈവം ഒരുക്കുകയാണ്. ഇന്നലത്തെ സുഹൃത്ത് ഇന്നില്ല, ഇന്നലെ പ്രാർത്ഥിച്ച് ഹെൽപ്പ് ചെയ്തവർ ഇന്നില്ല, ഇന്നലെ ഭയങ്കര കൈത്താങ്ങിയവർ ഇന്നില്ല, ഇന്നലെ ഭയങ്കര ദൂത് പറഞ്ഞവർ ഇന്നില്ല, ഇന്നലെ ഭയങ്കര ഞാൻ കൂടെ ഉണ്ട് പറഞ്ഞവർ ഇന്നില്ല, ഇന്നലെ ഞാൻ നിന്റെ പുറകെ ചത്തു നിൽക്കും, അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ചത്തു നിന്നു. എന്താ ചത്തു നിന്നു? ഒന്നും പ്രവർത്തിച്ചില്ല, ബാക്കിയൊന്നും അവർ ചെയ്തിട്ടില്ല. ചത്തു നിന്നു എന്നുള്ളത് മാത്രം അവരെ വാക്കങ്ങ് ചെയ്തു. ഞാൻ ചത്തു നിന്നു, ഒന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ദൈവം പറയുന്നു, മോനെ, അവൻ ചത്തു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, തീർന്നില്ല, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട്
എനിക്ക് ഉറപ്പോടെ ഇന്നത്തെ ഈ ദൂത് താങ്കൾക്ക് ധൈര്യത്തോടെ നിങ്ങളുടെ 2 കണ്ണുകളിൽ നോക്കി എനിക്ക് ധൈര്യത്തോടെ കൈമാറാൻ പറ്റും. ചുണ്ട് വരയ്ക്കാതെ കൈമാറാൻ പറ്റും. 2 ചിന്തയില്ലാതെ കൈമാറാൻ പറ്റും. ഇന്ന് നീ ഒരത്ഭുതം കാണും. 2, ഇന്ന് ദൈവം നിനക്കായി ഒരുക്കിയ ഇന്നാണ്. തിരുവെഴുത്ത് പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ ഇന്നെടുത്തു മാറ്റിയാലും, ഈ ഇന്നിനെ എടുത്തങ്ങ് മാറ്റിയാലും, ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തവർ ഈ ഒരു ഇന്ന് ടുഡേ എന്നൊരു വാക്ക് മാറ്റിയാലും നമ്മളാരും അറിയാനും ഒന്നും പോകുന്നില്ല. നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. വാക്യം പൂർണ്ണമാണ്. അതിന് ഈ വാക്യം പൂർണ്ണമാകാൻ ഒരു ഇന്ന് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു ഇന്ന് കയറി വരുമ്പോൾ ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ് സുഹൃത്തെ. നിങ്ങൾ കാത്തിരുന്നൊരു പ്രൊഫറ്റിക്കൽ വേർഡ്, നിങ്ങൾക്കുള്ളൊരു പ്രൊഫറ്റിക്കൽ വേർഡ്, നിങ്ങൾക്കുള്ളൊരു ദൈവശബ്ദം. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളുണ്ട് എന്ന് ദൈവം അറിയുന്നത് കൊണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലത്തെ അവസരങ്ങളുണ്ട് എന്ന് ദൈവം അറിയുന്നത് കൊണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലത്തെ ബന്ധങ്ങളുണ്ടെന്ന് അറിയുന്നത് കൊണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലത്തെ സ്വപ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലത്തെ സമ്പത്തുണ്ടെന്നുള്ളത് കൊണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലത്തെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട്, നിനക്ക് വേണ്ടി ആർക്കും ഒരു ഇന്ന് പ്രതീക്ഷ തരാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം മനുഷ്യരായിട്ടുള്ളവർക്ക് നിനക്കൊരു പ്രതീക്ഷയും സഹായവും ചെയ്യാൻ ഇല്ലാതിരിക്കുമ്പോൾ, എൻ്റെ അപ്പ താങ്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് തിരുവെഴുത്തിന്റെ ബേസിൽ പറയുന്നു, ഇന്നലെ വരെ നഷ്ടപ്പെട്ടു പോയതൊക്കെ മറന്നുകളാ. നിനക്ക് വേണ്ടി ഇതാ പുതിയ ഒരു ഇന്ന് ദൈവം തന്റെ ശബ്ദത്തോടെ ഉറപ്പിച്ചു തരികയാണ്. ബൈബിൾ പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ കേട്ടിട്ടുണ്ടാകത്തില്ല. ഇന്നലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കേട്ടാണ്, ഒരു ആശ്വാസമൊക്കെ വന്നു കാണും. പക്ഷെ മോനെ, ഇന്ന് നീ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആമേൻ. ഞാൻ എന്നും ഇങ്ങനെ പ്രസംഗിക്കാറില്ല, ഉണ്ടോ? ഇല്ല, എനിക്കതറിയാം. ഞാൻ എന്നും ഇങ്ങനെ പ്രസംഗിക്കാറില്ല. ഞാൻ എന്നും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഞാൻ ചില ദിവസം എന്നെ പ്രൊഫറ്റിക്കൽ മോഡിലോട്ട് ദൈവം ഷിഫ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റും. അതെനിക്ക് വ്യക്തമായിട്ട് അന്നേരം അറിയാം, ആരോ ഭയങ്കരമായിട്ടൊരു നീഡി പേഴ്സൺ ഇതിനകത്തുണ്ടെന്ന്. നീഡി പേഴ്സൺ. പക്ഷെ അന്നത്തെ മെസ്സേജ് എല്ലാവർക്കും ഒന്നും ഭയങ്കരമായിട്ട് കൈയടിക്കാനും ഒന്നും ഒരു സുഖം ഉണ്ടാകുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. പക്ഷേ ആ മെസ്സേജ് ചെന്ന് പിടിക്കുന്നത് ഒരു നീഡി പേഴ്സണകത്തായിരിക്കും. നീഡി പേഴ്സണകത്തായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ചെടിക്ക് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ ആ ചെടിക്കകത്ത് വെള്ളം നിറഞ്ഞിട്ട് ആ മണ്ണ് ഭയങ്കരമായിട്ട് നനഞ്ഞു കിടക്കുന്നിടത്ത്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഞാൻ കൈ കൊണ്ട് ആ മണ്ണിലൊന്ന് അമർത്തിയാൽ എൻ്റെ കൈക്ക് മുകളിലേക്ക് ആ വെള്ളം ഇങ്ങനെ അമർന്ന് കയറി വരും. എന്നുവെച്ചാൽ അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുക. അതിൻ്റെ സുഷിരം അടഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഇവളെല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും അതിൽ കൊണ്ടൊഴിച്ചു. ഞാൻ പറഞ്ഞു, അതിന് ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ ആവശ്യം അവിടെ അതിനില്ല, അതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞു കിടക്കുക, ചീഞ്ഞു പോവും ഇനി ഒഴിച്ചാൽ എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു കിടന്നെടുത്ത് ഞാൻ ഇച്ചിരി സിമൻറ്റ് കൊണ്ട് അവിടെ ഒന്ന് കവർ ചെയ്തു, ഒന്ന് പൂശി ഒന്ന് നീറ്റാക്കി. ആരോ എന്നെ തുറച്ച് നോക്കുന്നു, പാസ്റ്ററിന് ഈ പണി അറിയാമോ എന്ന്. പാസ്റ്ററിനെ ദൈവം എല്ലാ പണിയും പഠിപ്പിച്ചതാണ്. എല്ലാ പണി, അത്യാവശ്യം എല്ലാ പണിയും എനിക്കറിയാം. ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല, പിടിച്ച് നിൽക്കും. പോട്ടെ. അപ്പോൾ എടാ, അതിൽ ഞാൻ ഇച്ചിരി ഇന്നലെ ഇട്ടതല്ലേ, ഇച്ചിരിയും വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതേ ഉള്ളൂ. ഭൂന്ന് പറഞ്ഞ് വലിച്ചകത്തോട്ടെടുത്തു. കാര്യം എന്നാ? അതാണ് നീഡി പേഴ്സൺ. അതാണ് ആ നീഡി പേഴ്സൺ. ആ ഉണങ്ങിക്കിടന്ന സിമൻ്റ് ഉണ്ടല്ലോ, അത് കൊതിച്ചിരുന്നു. ലേശം വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ കുടിക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. കർത്താവിനറിയാം, ഈ കിട്ടി നിറഞ്ഞ് ഇത് ആർക്കും കൊടുക്കത്തുമില്ല, ഇയാളൊട്ട് ഉപയോഗിക്കത്തും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഈ കിട്ടി നിറഞ്ഞ് കിടന്നാലും ആർക്കും ഒന്നും ഷെയർ ചെയ്യത്തുമില്ല, ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല, ഇയാളൊട്ട് ഉപയോഗിക്കത്തുമില്ല. ഇതങ്ങനെ കിടന്ന് ചീഞ്ഞു പോകാനല്ലാണ്ട് വേറെ ഒരു ഗുണമില്ല കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഈ ചെടി ആ സുഷിരം അടഞ്ഞില്ലായിരുന്നെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് പോയെങ്കിൽ അത് ഉറുമ്പ് കുടിക്കും. അതല്ലെങ്കിൽ അങ്ങ് മാറിപ്പോ അത് ഏതെങ്കിലും ഡ്രൈ ലാൻഡിലോട്ട് പോയി അത് മണ്ണിലോട്ട് അമരും. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചേക്കുന്നേ. പക്ഷേ ആ സിമൻറ്റിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിച്ചില്ല, തളിച്ചതേ ഉള്ളൂ. തളിച്ചപ്പോൾ വേണ്ട ദാഹത്തോടെ വലിച്ചെടുക്കുക. ഇതാ നീഡി. ഞാൻ പറഞ്ഞ നീഡി പേഴ്സൺ എന്ന് പറയുന്നത് ഇതാ.
അവർക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. കാരണം തകർന്നു പോയ ഇന്നലകളുള്ളവർ ഇതിനകത്തുണ്ട്. ഭയങ്കര പ്രതീക്ഷയോടെ ഇന്നലകളെ കണ്ടിട്ട് ഇന്നും ശ്രദ്ധിച്ച് കേൾക്കും. ഭയങ്കര പ്രതീക്ഷയോടെ നിങ്ങൾ ഇന്നലകളെ കണ്ടിട്ട്, ഭയങ്കര പ്രതീക്ഷയോടെ നിങ്ങൾ ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട്, ഭയങ്കര പ്രതീക്ഷയോടെ നിങ്ങൾ ഇന്നലകളിൽ വിതച്ചിട്ട്, നിങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ല എന്നും ഒന്നും കൊയ്തില്ല എന്നും ഒന്നും നേടിയില്ല എന്നും ഒന്നും സംഭവിച്ചില്ല എന്നും അതുകൊണ്ട് ഇനി ഞാൻ വിതയ്ക്കത്തില്ലെന്നും ഇനി ഞാൻ കൊടുക്കത്തില്ലെന്നും ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്നും ഇനി ഞാൻ ആമേൻ പറയത്തില്ലെന്നും ഇനി ഞാൻ ഒരു യോഗങ്ങൾക്കും പങ്കെടുക്കത്തില്ലെന്നും ഒക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് ചിട്ടപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ഇന്ന് മാനുഷികമായി ഒന്നും കാണാനോ ചെയ്യാനോ ഒന്നും കാണത്തില്ല. പക്ഷേ സുഹൃത്തെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ആ ചാൻസ് നിന്നിലാണ് കിടക്കുന്നത്. കേൾക്കുന്നുവെങ്കിൽ എൻ്റെ 2 കാത് ഞാൻ പൊത്തിവെക്കാം, എൻ്റെ 2 കാതും എനിക്ക് പൊത്തിവെക്കാം. എൻ്റെ കൊച്ച് ഡോറിൻ്റെ പുറത്ത് വന്ന് അപ്പാ എന്ന് വിളിച്ചാൽ എനിക്ക് എത്ര കാത് പൊത്തി വെച്ചാലും എനിക്ക് കേൾക്കാം. കാരണം ഈ വിരലുകൾക്ക് എൻ്റെ കേൾവി ശക്തി പൂർണ്ണമായി മറയ്ക്കാൻ പോരാ. അപ്പാ എന്ന് പുറത്ത് വന്ന് വിളിച്ചാൽ എനിക്കൊരു നേർത്ത ശബ്ദമെങ്കിലും കേൾക്കാം, എൻ്റെ കുഞ്ഞെന്നെ വിളിക്കുന്നു. എന്നാൽ ഈ വിരലുകൾ മാറ്റിയിട്ട് ഞാൻ 2 എയർപോഡ് എടുത്ത് എൻ്റെ കാതയിൽ വെച്ചിട്ട് വലിയ ഒച്ചത്തിൽ റാപ്പ് സംഗീതം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചി കതക് ചവിട്ടി പൊളിച്ചാലും ഞാൻ അറിയണമെന്നില്ല. കാര്യം എന്താ? എന്നെ മറ്റൊരു ശബ്ദം നിയന്ത്രിക്കുന്നു. പല പുറത്തെ ശബ്ദങ്ങളും അത് എന്നിലേക്ക് വരുന്ന പല ശബ്ദങ്ങളും അത് മറയ്ക്കുന്നു. എന്നെ ചോദിച്ചു വരുന്ന ചില ശബ്ദങ്ങൾ ആ റാപ്പ് സംഗീതം മറയ്ക്കുന്നു. എന്നെ തേടി വരുന്ന ചില ശബ്ദങ്ങൾ ആ ശബ്ദം മറയ്ക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ പൊരുൾ തിരിച്ച് എൻ്റെ ഉള്ളത്തിലിട്ട് അതിനെ പൊരുൾ തിരിച്ച് ദൈവാത്മാവ് പുറത്തു തരുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുക, പല ശബ്ദങ്ങളും നിന്റെ ദൈവ ശബ്ദങ്ങളെ മറയ്ക്കുന്നുണ്ട്. പല പുറത്തുള്ള ശബ്ദങ്ങളും നിന്റെ ദൈവ ശബ്ദങ്ങളെ മറയ്ക്കുന്നുണ്ട്. നിന്നിലേക്ക് തേടി വരുന്നതിനെ പോലും മറയ്ക്കുന്ന ചില കാതടപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ടെങ്കിൽ, കാതടപ്പിക്കുന്ന ചില മറകൾ ഞാൻ തന്നെ എടുത്ത് കയറ്റിയ ചിലതുണ്ടെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിന്റെ മുമ്പിൽ അതിനെ നീക്കം ചെയ്തോ, നിനക്ക് കേൾക്കാനുള്ള ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. നിന്നെ തേടി വരുന്നത് നിന്നിലേക്ക് എത്തും. നിന്നെ ഡിമാൻഡ് ചെയ്യുന്നത് നിന്നിലേക്ക് വന്നെത്തിയിരിക്കും. പർപ്പസ്ഫുള്ളി ഞാൻ അതിനെ എൻ്റെ കാതിൽ വെച്ചിരിക്കുന്നതാണ്. ഞാൻ അതിനെ നീക്കം ചെയ്യാൻ തയ്യാറാകണം. എല്ലാ ശബ്ദങ്ങളും നമ്മളെ മുന്നോട്ടൊന്നും നയിക്കത്തില്ല. എല്ലാ ശബ്ദങ്ങളും നമ്മളെ ക്രിസ്തുവിലോട്ടൊന്നും അടുപ്പിക്കത്തില്ല. എല്ലാ ശബ്ദങ്ങളും ദൈവസ്നേഹിയൊന്നും ആക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത്, അങ്ങനെ കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ, ദൈവം നമുക്ക് സ്ഥാനക്കയറ്റം തരണമെങ്കിൽ ദൈവം ന്യായമായി അനുവദിക്കുന്ന ചില പരീക്ഷകളെ ജയിക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് കൂടെ യൂസ് ചെയ്യുന്ന വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളൊരു സ്പിരിച്വൽ വാർ ഫെയർ ഫേസ് ചെയ്യണം. മനസ്സിലായോ? നമ്മളൊരു സ്പിരിച്വൽ വാർ ഫെയറിന് തയ്യാറായിരിക്കണം. ആ സ്പിരിച്വൽ വാർ ഫെയറിൽ ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്ന കാര്യം കൂടെ പറയാം. അതിനകത്ത് ദൈവം അറിഞ്ഞുകൊണ്ട് ചില ഡീമൺസിനെ അനുവദിക്കും. പക്ഷെ എൻ്റെ മേൽ തൊടാൻ പറ്റത്തില്ല, അനുവദിക്കും. കാരണം ഞാൻ എങ്ങനെ ആ സ്പിരിച്വൽ വാർ ഫെയറിനെ ഫേസ് ചെയ്യുന്നു ദൈവത്തിന് അറിയണം. ഞാൻ ബ്ലാങ്കറ്റിനകത്ത് പുതച്ച് കിടക്കുവാണോ, ഞാൻ തലയും ചൊറിഞ്ഞുകൊണ്ട് നടക്കുവാണോ, ഇന്നിനിപ്പോൾ പ്രാർത്ഥിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നടക്കുവാണോ, ഞാൻ വേറെ എന്തിനെങ്കിലും അകത്ത് എൻഗേജ്ഡ് ആകും, ദൈവത്തിന് അറിയണം. അതുകൊണ്ട് പറയുന്ന പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കാരണം ദൈവശബ്ദങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ പ്രവർത്തികൾ ചെയ്തെടുക്കണമെങ്കിൽ ഒരുക്കമുള്ളൊരു ഹൃദയമുള്ള മനുഷ്യനായിരിക്കണം ആ ശബ്ദം കേൾക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ആരായി നിങ്ങൾ? ദൈവശബ്ദം കേട്ട നിങ്ങൾ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുമ്പോൾ, ദൈവശബ്ദം കേട്ട എൻ്റെ ഹൃദയം കഠിനമായിരുന്നാൽ കേട്ട ശബ്ദം അവിടെ ഇരിക്കും. ആമേൻ, ഐ റിസീവ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് തലയിലും പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത് ആക്ട് ചെയ്യത്തില്ല. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ അകം ഒരുക്കമുള്ളതല്ലാത്തതുകൊണ്ട്. കാര്യം എന്നാ? ഭയങ്കര മത്സരമാണ്, എല്ലാത്തിനും മത്സരമാണ്.
9-ാമത്തെ വാക്യം നോക്കിയേ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. കേട്ടോ, ദൈവത്തെ ശോധന ചെയ്ത മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ദൈവം എന്നെ ശോധന ചെയ്ത എനിക്ക് അത്ഭുതമില്ല. കാരണം എന്നിൽ ഒത്തിരി മാലിന്യങ്ങൾ കഴുകി ഞാൻ പൊന്നുപോലെ പുറത്തു വരാൻ എന്നെ ശോധന ചെയ്യുന്നത്. പക്ഷെ പൊന്നുപോലുള്ള ദൈവത്തെ പിന്നെ എടുത്തിട്ട് ശോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ മനുഷ്യരൊന്നും അല്ല ഇവിടെ ജീവിച്ചിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തെ നമ്മൾ ആരും ഡയറക്റ്റ്ലി ശോധന ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഇമോഷൻസിലൂടെ ഇൻഡയറക്ട്ലി നമ്മൾ ദൈവത്തെ ശോധന ചെയ്യാറുണ്ട്. ഇൻഡയറക്ട്ലി ദൈവത്തെ ശോധന ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ അവിശ്വാസം എന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ്. അവിശ്വാസം ഞാൻ താഴോട്ട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി പോട്ടെ. അതുപോലെ അപ്പോൾ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര തടസ്സങ്ങളുണ്ടാകും. രണ്ടാമത്തെ ഇത് നോക്കിയേ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലോട്ടൊന്ന് പ്രിയപ്പെട്ടവർ വന്നേ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിലോട്ടൊന്ന് വന്നേ. അവർ പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കണം, ഈ വാക്യം ശ്രദ്ധിക്കണം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷമുള്ള ഒരു സംഭവമാണ്. യേശു ചെയ്ത കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, യേശു അവിടെ കൂടുതൽ ടീച്ച് ചെയ്യാൻ നിന്നില്ല. തൻ്റെ ശിഷ്യന്മാരാണ്. തൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ പ്രവർത്തികളെ കണ്ടവർ, കർത്താവിൻ്റെ റിയാലിറ്റിയെ കണ്ണോട് കണ്ണ് കണ്ട്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ട്, സ്വന്തം ഹൃദയത്തിൽ അറിഞ്ഞ്, സ്വന്തം കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കിയവർ, അവരുടെ ഹൃദയത്തെ കവർ ചെയ്ത ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. എപ്പോഴാ? കർത്താവ് തൻ്റെ ലൈഫിൽ നിന്ന് മാറിയ സമയം. ഒരു മനുഷ്യനെ ഈവിൾ സ്പിരിറ്റ് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ, ഞാൻ ഉറപ്പിച്ച് പറയാം, വെറുതെ ഭൂതം കയറി ഒരു മനുഷ്യന്റെ മേൽ കൂടിയിരിക്കുകയില്ല. എന്നെ ഇന്നലെ ഭൂതം തൊട്ടു എന്ന് പറയണമെങ്കിൽ, ഞാൻ ഇന്നലെ എന്തൊരു സ്പിരിറ്റിൽ അങ്ങനെ സംസാരിച്ചെന്ന് പറയണമെങ്കിൽ, ഞാൻ എന്താ ഇങ്ങനെ കാട്ടിയേ എന്ന് ചോദിക്കണമെങ്കിൽ, എനിക്കെന്താ ഈ പറ്റിയേ എന്ന് ഞാൻ ചിന്തിക്കണമെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ദൈവവുമായി കണക്റ്റഡായിരിക്കുന്ന സമയത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. യേശു പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി, തന്റെ 11 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ. അപ്പോൾ യേശു കർത്താവ് ഇവരുടെ അടുത്തുനിന്ന് നീങ്ങിയപ്പോൾ തന്നെ ആദ്യം സാത്താൻ കയറി പിടിച്ചത് ശിഷ്യന്മാരുടെ അധികാരത്തെ അല്ല, ശിഷ്യന്മാരുടെ പ്രസംഗിക്കാനുള്ള കൃപയെ അല്ല, ശിഷ്യന്മാരുടെ അത്ഭുതപരങ്ങളെ അല്ല, ശിഷ്യന്മാരുടെ വാഗ്ദത്തത്തെ അല്ല, ആരോഗ്യത്തെ അല്ല, കാഴ്ചയെ അല്ല, ശിഷ്യന്മാരുടെ വിശ്വാസത്തെയാണ്. എന്ത് സിമ്പിളായിട്ടാ സാത്താൻ ഒരാളുടെ ലൈഫിലേക്ക് എൻ്റർ ആവുന്നതെന്ന് കണ്ടോ? നമ്മളിൽ പലരും വിശ്വാസത്തിന് 100-ൽ 100 മാർക്ക് നമുക്ക് കൊടുത്തിരിക്കുമ്പോൾ ശരിക്ക് കർത്താവിൻ്റെ സോഫ്റ്റ്വെയറിനകത്തിട്ട് സ്കാൻ ചെയ്യാന്നുണ്ടെങ്കിൽ പലരും ഫെയിലായി പോകും. കാരണം വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ പറയുന്നതേ ഉള്ളൂ, നമ്മൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധിക്കുക, കർത്താവ് ചെയ്ത കാര്യം, അവൻ തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും, അതൊരു സ്പിരിറ്റാണ്, ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അപ്പോൾ ഒരു വിശ്വാസത്തെ അവിശ്വാസമാക്കുന്ന, ഒരു വിശ്വാസിയെ അവിശ്വാസിയാക്കുന്ന, ഒരു നല്ല ഹൃദയത്തെ, മാംസള ഹൃദയത്തെ കഠിന ഹൃദയമാക്കുന്ന ഒരു ഡിമോണിക് പവർ അല്ലെങ്കിൽ ഒരു ഈവിൾ സ്പിരിറ്റ്
സഞ്ചരിക്കുന്നു, വ്യാപരിക്കുന്നു. അതിൻ്റെ ഫോക്കസ് ആരെയാന്ന് ചോദിച്ചാൽ ഒരു നിരീശ്വരവാദിയെ അല്ല, അത് തികച്ചും ഒരു ദൈവ പൈതലിനെ മാത്രമാണ്. മനസ്സിലായോ? അതിൻ്റെ ഫോക്കസ് ഒരു ദൈവ പൈതലിലേക്ക് മാത്രമാണ്. അതിന് ആ ഒരു പർട്ടിക്കുലർ സ്പിരിറ്റിന് ഈ ഒരു ഡ്യൂട്ടിയെ സാത്താൻ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഡീമൺ ഈ ഒരു ഡ്യൂട്ടിയെ സാത്താൻ കൊടുത്തിട്ടുള്ളൂ. നീ വിശ്വാസിയുടെ വിശ്വാസത്തെ അഫക്റ്റ് ചെയ്യുക. നീ വിശ്വാസിയുടെ മാംസള ഹൃദയത്തെ, നന്മയുള്ള ഹൃദയത്തെ തിന്മയുള്ള ഹൃദയമാക്കി തീർക്കുക. ഒറ്റ ഡ്യൂട്ടി, ആ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് സാത്താൻ ഈ ഡീമനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. സോ അത് കർത്താവ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെ ശാസിച്ചില്ല, അവരുടെ അവസ്ഥയെ ശാസിച്ചു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു പറയുകയാണ്, ഈ ദൂത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഞാൻ എന്ന വ്യക്തിയെ നോക്കി പലരും വിരൽ ചൂണ്ടുമ്പോൾ, നീ എന്താടാ ഇങ്ങനെ എന്ന് പലരും ചോദിക്കുമ്പോൾ, നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടി നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തി എന്താ വളരാത്തതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് മാത്രം എന്താ മാറ്റമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, പലരും നിങ്ങൾ 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 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, തമ്പുരാൻ വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയല്ല, എൻ്റെ അവസ്ഥ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് മനസ്സിലാക്കുന്ന ഒരു കർത്താവ് എനിക്ക് നേരെയല്ല വിരൽ ചൂണ്ടി ശാസിക്കുന്നത്, എന്നെ ആ അവസ്ഥയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന അവസ്ഥയെ ആകുന്നു അവിടുന്ന് ശാസിക്കുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതിന്റെ അവസ്ഥയെ അറിയുന്ന ദൈവം നിന്റെ അവസ്ഥകളെ ഒന്ന് ശാസിക്കാൻ ഇന്ന് രാത്രിയിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ താല്പര്യം കാണിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സകല കീറാമുട്ടി പോലിരിക്കുന്ന, നീങ്ങാത്ത പർവ്വതം പോലിരിക്കുന്ന, കുന്നുപോലിരിക്കുന്ന, പാറ പോലിരിക്കുന്ന ചിലത് ഈ ദൈവത്തിന്റെ ശാസനയുടെ ശക്തിയാൽ ഇന്ന് നീങ്ങിയിരിക്കും. ദൈവത്തിന്റെ മഹാശക്തിയാൽ ഇന്ന് പിളർന്നിരിക്കും. ദൈവത്തിന്റെ ശക്തിയാൽ അത് തകർന്നിരിക്കും. ദൈവത്തിന്റെ ശാസനയ്ക്ക് വിട്ടുകൊടുക്കുക. എൻ്റെ ലൈഫിൽ അവിശ്വാസത്തെ ദൈവത്തിന്റെ ശാസനയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുക. എൻ്റെ ഹൃദയ കാഠിന്യത്തെ ദൈവം ശാസിക്കാൻ ഞാൻ വെക്കുന്നു എന്ന് പറയുക. എൻ്റെ എല്ലാ അവിശ്വാസത്തെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നു എന്ന് പറയുക. അപ്പൊ അവിശ്വാസം ഒരു ഭയങ്കര മുഖ്യ തടസ്സമാണ്. ഒന്ന്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഒരു ഭയങ്കര തടസ്സമാണ്. അവിശ്വാസം എന്ന ഒരവസ്ഥ ഭയങ്കര വലിയൊരു തടസ്സമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ വലിയൊരു തടസ്സം വേറെ എന്തോ ഉണ്ട് ലൈഫിൽ. ഇനി അടുത്ത കാര്യം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം, മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 56-ാമത്തെ തിരുവെഴുത്തിലേക്ക് പോകുമ്പോൾ 55 മുതൽ 54 മുതൽ വായിക്കാം. അവർ വിസ്മയിച്ചു. ഒന്നുകൂടെ പറയാം, റെഫറൻസ് പറയാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 54 മുതൽ 56 വരെയുള്ള അനുഗ്രഹീതമായ തിരുവചനങ്ങൾ. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കലിടറിപ്പോയി. മീൻസ് അസൂയ, ഭയങ്കര അസൂയ. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കർത്താവായ യേശു കർത്താവ് തൻ്റെ നഗരത്തിൽ നിന്നപ്പോൾ കർത്താവിൻ്റെ ജ്ഞാനവും കർത്താവിൻ്റെ പ്രവൃത്തികളും കണ്ടിട്ട് അവർ അതിൽ വിശ്വസിക്കേണ്ടതിന് പകരം ഇവരുടെ ഹൃദയത്തെ സാത്താൻ കഠിനമാക്കി അവിശ്വാസം കൊണ്ട് നിറച്ച അസൂയ കൊണ്ട് വല്ലാതെ ഇവരെ ഞെരുക്കി. ഇവരുടെ കണ്ണിൽ കാണേണ്ട ദൈവപ്രവൃത്തികളെ പോലും മറയുമാറാക്കി. സുഹൃത്തെ, ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ഒത്തിരി ദൈവപ്രവൃത്തികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് അസൂയ എന്നൊരു ഒരു വികാരമല്ല, അസൂയ എന്ന ഒരു ദുരാത്മാവിനെ കടത്തിവിടുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുന്നത്. നമ്മൾ ഒത്തിരി ഓവറായിട്ട് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്,
ദൈവപ്രവൃത്തികളെ സംശയദൃഷ്ടിയോടെ നോക്കുന്നത്? ഇതൊക്കെ സത്യമായിരിക്കും, ഇതൊക്കെ പൈസ കൊടുത്ത് ജയിക്കുന്നതാണോ? നമ്മൾ ഓവറായിട്ട് നമ്മൾ അതിനെ ആ ഒരു മനോഭാവത്തോടെ വീക്ഷിക്കുന്നത്, കാണുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിക്കല്ല അവിടെ തടസ്സം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട, ഞാൻ എന്നിൽ അനുഭവിക്കേണ്ട, എൻ്റെ ലൈഫിൽ അനുഭവിക്കേണ്ട, എൻ്റെ തലമുറകളിൽ അനുഭവിക്കേണ്ട, എൻ്റെ ഫാമിലി അനുഭവിക്കേണ്ട, എൻ്റെ ചേർച്ച് അനുഭവിക്കേണ്ട ദൈവപ്രവൃത്തികൾക്കാണ് തടസ്സം. ദൈവത്തിൻ്റെ പ്രവൃത്തി മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ പോയി ചെയ്യും, ദൈവത്തിൻ്റെ പ്രവൃത്തി മറ്റൊരു വിശ്വാസിയിൽ പോയി ചെയ്യും. പക്ഷേ അവിടെ തടയപ്പെടുന്നത് എനിക്കാ. വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനം ഇല്ലാത്തവനല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാം. ഈ കർത്താവായ യേശുവിനെ പോലും സ്വന്തം ഭവനത്തിൽ ബഹുമാനിച്ചില്ല, സ്വന്തം സഹോദരങ്ങൾ ബഹുമാനിച്ചില്ല, പിതൃഭവനത്തിൽ ബഹുമാനം ലഭിച്ചില്ല, അംഗീകാരം ലഭിച്ചില്ല. യേശുവിനെ സംശയദൃഷ്ടിയോടെയും മുൻവിധികളോടുകൂടെയും യേശുവിനെ സമീപിച്ച സഹോദരന്മാർ. അവിടെ കർത്താവ് പറയുന്നൊരു വാക്കിതാണ്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല. ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ, അതൊരു വിളിയുള്ളതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞ്. സ്വന്തം ഭവനത്തിൽ കർത്താവ് നമ്മളെ ഫസ്റ്റ് ടൈമിൽ ആദരിച്ചില്ലെങ്കിലും, പിതൃഭവനത്തിൽ ദൈവം നമ്മളെ ആദ്യ സമയങ്ങളിൽ മാനിപ്പിച്ചില്ലെങ്കിലും, സ്വന്തം ബന്ധങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മളെ ആദ്യ സമയങ്ങളിൽ ഉപയോഗിച്ചില്ല എങ്കിലും, നിങ്ങൾ അവിശ്വാസത്തിൻ്റെ ആത്മാവിൽ നിറയരുത്. നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താണെന്നറിയാവോ? ആദ്യം എൻ്റെ പേര് എന്നെ നിന്ദിച്ച എൻ്റെ സ്വന്തക്കാരുടെ മുമ്പിൽ ഉയരണമെന്ന്. ശരിയല്ലേ? ആദ്യം എൻ്റെ വീട്ടിലുള്ളവർ അറിയണം എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ദൈവം അങ്ങനെയും ചെയ്യും, ദൈവം ഇങ്ങനെയും ചെയ്യും. കർത്താവ് യേശുവിനെ ആദരിച്ചത് ക്രൂശീകരണത്തിന് ശേഷമാണ്. പലരും തിരിച്ചറിഞ്ഞു. ആരൊക്കെ പുരോഹിതന്മാർ തിരിച്ചറിഞ്ഞു, മന്ത്രിമാർ തിരിച്ചറിഞ്ഞു, രാജാക്കന്മാർ തിരിച്ചറിഞ്ഞു, അധികാരസ്ഥന്മാർ ഈവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ തന്നെ തിരിച്ചറിഞ്ഞു. ചിലതൊക്കെ ദൈവം വൈകിയേ ചിലരെ തിരിച്ചറിയിക്കത്തുള്ളൂ, ചിലതൊക്കെ കർത്താവ് നേരത്തെ തിരിച്ചറിയിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തും മാസ്റ്റർ പ്ലാനിനകത്തുള്ള കാര്യമാണ്. തെറ്റത്തില്ല. ദൈവം രണ്ടാമതേ ചിലത് അറിയിക്കുന്നുള്ളെങ്കിൽ ഒന്നാമത് അറിയിക്കാൻ വേണ്ടി പ്രാധാന്യമുള്ള എന്തോ ചില കാര്യം മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തേ, ദൈവം നിന്നെ ആദരിക്കത്തില്ലെന്ന് ഇവിടെ പറയുന്നില്ല, ബഹുമാനിക്കാൻ ഇടവയ്ക്കത്തില്ലെന്ന് പറയുന്നില്ല. പക്ഷേ തിരുവെഴുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് സ്വന്തം ഭവനത്തിൽ ഒരു ബഹുമാനം കിട്ടാതെ, പിതൃഭവനത്തിനകത്തൊരു അംഗീകാരം കിട്ടാതെ, സ്വന്തം ബന്ധങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം പോലെയും ഒരു നിരാശാ മനോഭാവമുള്ളൊരു വ്യക്തിയായും, ദുഃഖത്തിലും കണ്ണുനീരിലും നെടുവീർപ്പിലും ആയിപ്പോയ ഒരു വ്യക്തിത്വമായും നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഇന്നും ഞാൻ അന്നത്തെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഒരു ഭയങ്കര പരിഭവം പറയാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ കൈമാറുകയാണ്. സുഹൃത്തെ, നിന്റെ വിശ്വാസത്തെ നീ കളയരുത്, നിന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക. എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നതെന്നറിയാമോ? 58-ാമത്തെ വാക്യം പറയുന്നു, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. ഒരു വീര്യപ്രവർത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ 100% ഒരു വീര്യപ്രവർത്തി ദൈവത്തിന് എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഒരു വീര്യപ്രവർത്തി എന്നിലൂടെ ദൈവത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്നെ പലരും അപമാനിക്കുന്നുണ്ടായിരിക്കും, എന്നെ പലരും ബഹുമാനിക്കുന്നില്ലായിരിക്കും, എന്നെ പിതൃഭവനത്തിൽ തിരസ്കരിക്കുന്നുണ്ടായിരിക്കും, എന്നെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവം കണ്ട എന്നെ കൊണ്ടൊരു ദൈവപ്രവൃത്തി ദൈവം ബഹുമാനിക്കുന്നവന്റെ ജീവിതത്തിൽ ചെയ്യാതെ ഇരിക്കാനും ചെയ്യിക്കാതിരിക്കാനും തക്കവണ്ണം അവരുടെ ഇകഴ്ത്തി സംസാരമോ അവർക്ക് എന്നോടുള്ള നീരസമോ ഒന്നും പോരാ. പകരം എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ ദൈവം ബഹുമാനിക്കുന്നെങ്കിൽ, അവരെ ദൈവം സ്നേഹിക്കുന്നെങ്കിൽ, എന്നിലൂടെ നടക്കാനുള്ള ദൈവപ്രവർത്തികളെ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കും. ദൂത് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നോട്ടെ. നിന്നെ പലരും ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരിക്കും, പലരും നിങ്ങളുടെ അഭിഷേകത്തെ പുച്ഛിക്കുന്നുണ്ടായിരിക്കും, പലരും നിങ്ങളുടെ ജീവിതത്തെ തുച്ഛമായി എണ്ണുന്നുണ്ടായിരിക്കും. പക്ഷെ
അവരുടെ എണ്ണലിനും അവരുടെ കണക്കുകൂട്ടലിനും അവരുടെ ഇകഴ്ത്തി സംസാരത്തിനും അവർ നിങ്ങൾക്ക് തരുന്ന അപമാനത്തിനൊന്നും നിങ്ങളിലൂടെ നടക്കാനുള്ള ദൈവപ്രവൃത്തികളെ തടയാനൊക്കത്തില്ല. പക്ഷേ ഈ വാക്കുകൾ നിന്നെ ഭരിക്കുന്നെങ്കിൽ, ഈ ആക്ഷേപം നിന്റെ വികാരങ്ങളെ ഭരിക്കുന്നെങ്കിൽ, ഈ ആക്ഷേപം നിന്റെ ഹൃദയത്തിനകത്ത് മുറിവുകളായി കിടന്ന് അവിടെ പൈശാചിക ബാധ ഒരുക്കുന്ന ഒരു കേന്ദ്രമായി മാറുന്നുവെങ്കിൽ, ഒരവിശ്വാസം നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിൽ, അതിലൂടെ വീര്യപ്രവൃത്തികളെ തടയുവാൻ ശത്രുവിന് കഴിയും. അതിലൂടെ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാതിരിക്കാൻ പിശാചിന് കഴിയും. അതുകൊണ്ട് സുഹൃത്തെ, തിരിച്ചറിയുക, കർത്താവായ യേശു വീര്യപ്രവൃത്തികൾ ചെയ്ത ഇടങ്ങളിലെല്ലാം അതിൻ്റെ പുറകിൽ കർത്താവിനെ ചുറ്റിയിരുന്നൊരു അപമാനം ഉണ്ടായിരുന്നു. സ്വന്തക്കാർ, സ്വന്തം പിതൃഭവനത്തിലുള്ളവർ, സഹോദരന്മാർ യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ താൻ പ്രവർത്തിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. യാഹുവ എന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. ദൈവപ്രവർത്തികളെ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിശ്വാസമുള്ള ഹൃദയം മാത്രമേ തടഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് താഴെ അവിടെ പറയുന്നത്, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. മുഖ്യ തടസ്സം എന്താണ്? അവിശ്വാസം. ദൈവപ്രവൃത്തി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, വീര്യപ്രവൃത്തി. ദൈവപ്രവൃത്തി മാത്രമല്ല, വീര്യപ്രവൃത്തികൾ ഉണ്ടായിരുന്നു. പക്ഷേ വീര്യപ്രവൃത്തികൾ പോലും തടയപ്പെട്ടത് അവിശ്വാസമുള്ള ഹൃദയം ഭരിച്ചതുകൊണ്ടാണ്. ഞാൻ ഇനി മുൻപോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 ഒന്ന് വന്നേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒരു പ്രവേശനത്തെ തടയുന്നത്, ദൈവത്തിൻ്റെ കൃപാസനത്തിനരികിലെ നമ്മളെ തടയുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ കുറ്റബോധം നമ്മളെ തടയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനത്തെ. നമ്മുടെ അനുതാപം ദൈവത്തോട് നമ്മളെ അടുപ്പിക്കും. പക്ഷെ നമ്മുടെ കുറ്റബോധം, സെൽഫ് കണ്ടംനേഷൻ, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ തന്നെ ഒരു ശാപം പിടിച്ച് ഞാനൊക്കെ എന്തൊരു ശപിക്കപ്പെട്ടവനാ എന്നൊക്കെ നമ്മളെ തന്നെ ഇകഴ്ത്തി, നമ്മൾ ചെയ്തൊരു തെറ്റുകൊണ്ടോ, നമ്മളിൽ വന്നൊരു കുറവ് കൊണ്ടോ, നമ്മളിൽ വന്നൊരു ബലഹീനത കൊണ്ടോ, നമ്മളിൽ സംഭവിച്ച ഒരു പാപം കൊണ്ടോ, ഞാൻ സ്നാനപ്പെട്ടിട്ടു അങ്ങനെ ചെയ്തു, ഞാൻ ഈ ഒരു കുറ്റപ്പെടുത്തലുണ്ടല്ലോ, നമുക്ക് തോന്നുന്നത് നമുക്ക് നമ്മളോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടാണ്. അല്ല. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല എന്നെഴുതിയിരിക്കുമ്പോൾ, സുഹൃത്തെ, നമ്മളൊക്കെ ബലഹീനതയുള്ളവനാണെന്ന് നമ്മൾ പറയാതെ അറിയുന്ന വ്യക്തിയാണ് നമ്മുടെ ദൈവം. എന്നും പറഞ്ഞ് നമ്മൾ എന്നും ബലഹീനനാകുന്ന ഒരശുവാണെന്ന് പറഞ്ഞ് കിടക്കണ്ട. ഈ വാക്യത്തെ നമ്മളൊരു ലൈസൻസ് ആക്കി എടുക്കണ്ട. അയ്യോ, എനിക്കെന്നും ബലഹീനതയാ, ഞാൻ ഇന്നലെ ചെയ്ത പാപത്തിൽ ഇന്നും വീണു, ഇതാ ഞാൻ നാളെയും വീഴാൻ പോകുന്നു, മറ്റന്നാൾ വീഴാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കണ്ട. നമ്മൾ അതിനെ അങ്ങോട്ട് ഒഴിവാക്കുക, പാപത്തെ വെറുക്കുക. എന്താ വേണം? പാപത്തെ വെറുക്കുക. എവിടെ വീണു എന്ന് തിരിച്ചറിയണം. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം മനസ്സിന് വേണം. നിങ്ങൾ നാളെ വീണുപോയോ? സാരമില്ല. വചനം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കർത്താവിൻ്റെ കഴിവിന് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ കഴിവുകേടാ പ്രശ്നം. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്നെ ഇന്ന് ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വിളിച്ചു. അന്നേരം ആൻറ്റി മേ ബി ഈ മീറ്റിങ്ങിൽ ഉണ്ടാകാം. ആൻറ്റി എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം, പാസ്റ്റർ, എനിക്കൊരു കാര്യം പാസ്റ്ററോട് പറയാനുണ്ട്. എനിക്കെന്താ പറ്റുന്നതെന്ന് അറിഞ്ഞൂടാ പാസ്റ്റർ. എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല ഹസ്ബൻഡാണ്, പാവം മനുഷ്യനാ, ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടിന് ഞാൻ അങ്ങ് വയലൻ്റ് ആകുമ്പോൾ ഞാൻ പറയുന്നത് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഭയങ്കര പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മുറിപ്പെടുത്തുന്നു പാസ്റ്റർ. പക്ഷേ
പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലൊരു കുറ്റബോധമില്ല. കാരണം ആ മനുഷ്യൻ തിരിച്ചെന്നെ ഒരു വാക്കുപോലും പറയുന്നില്ല, കേട്ടോണ്ട് മിണ്ടാണ്ടിരിക്കും. ആ മനുഷ്യനെ അങ്ങനെയൊന്നും ഞാൻ പറയേണ്ട ഒരു സാഹചര്യം അന്നേരം അവിടെ ഇല്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ ഇമോഷണലി എന്നെ ഇളക്കി എൻ്റെ വായി മറ്റെന്തോ ഒരു ശക്തി നിയന്ത്രിക്കുന്നത് പോലെ അതിങ്ങനെ അടിക്കുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് ഭയങ്കര പരുഷവും കേൾക്കുന്നവർക്ക് മനസ്സ് കുത്തിത്തുളച്ച് വേദന ഉണ്ടാക്കുന്ന പദങ്ങളുമാണ് എൻ്റെ വായിൽ നിന്ന് ഞാൻ ഉച്ചരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പാസ്റ്റർ, എനിക്കിതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞത്? ഈ മീറ്റിംഗ് ഇന്ന് ഈ പ്രശ്നമുള്ള പലരും ഈ മീറ്റിങ്ങിലുണ്ടാവും. കാരണം നമുക്കറിയാം നമ്മൾ പരുഷമായൊരു വാക്ക് പറയാൻ പാടില്ല. അവർ ചീത്ത പദം ഉപയോഗിച്ചു എന്നല്ല അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു വ്യക്തിയെ കേൾക്കുന്നവർക്ക് ചീത്തപ്പദമല്ലെങ്കിലും എന്നാൽ കേട്ട് കഴിയുമ്പോൾ ഹൃദയം നുറുങ്ങി അങ്ങ് തകർന്നു പോകുന്ന, ഉരുകിപ്പോകുന്ന വാക്കുകളുണ്ടല്ലോ, ആ രീതിയിൽ കുറ്റപ്പെടുത്തിയും മുറിവേൽപ്പിച്ചും രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്പിരിറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് അങ്ങനത്തെ ഒരു അറ്റാക്ക്? അതിനെ ജയിക്കണം. എന്താ ജയിക്കണമെന്ന് പറഞ്ഞാൽ, കർത്താവിന് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. ദൈവത്തിനറിയാം ഏതൊരു സ്പിരിറ്റിലാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എക്സ് ഓർ വൈ, ഏത് തെറ്റോ ആയിക്കോട്ടെ, ദൈവം നിന്നെ വെറുക്കുന്നില്ല. ദൈവം നിന്നെ വെറുക്കുന്നേ ഇല്ല. നിങ്ങൾ എന്തൊരു മഹാകൊടിയ പാപം നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് പറയാൻ പറ്റാത്ത ഒരു സിന്നിൽ, ഒരു പാപത്തിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയി പോയ ഒരു വ്യക്തിയാണേലും ശരി തന്നെയാണ്. ഈ വാക്ക് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നിങ്ങൾ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നിങ്ങൾ കൈകൾ കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്നേ കർത്താവ് പറയുന്നുള്ളൂ. കാരണം നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കർത്താവിന് കഴിയും. മനുഷ്യന്റെ ഫാളൻ നേച്ചറിനെ കുറിച്ച് ദൈവത്തിന് മനുഷ്യനറിയാവുന്നതിനേക്കാൾ നന്നായിട്ട് അറിയാം. മനുഷ്യന്റെ ഫാളൻ നേച്ചർ, വീണുപോയൊരു മനുഷ്യന്റെ അവസ്ഥ എൻ്റെ ദൈവത്തിന് ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ് സഹതാപം. അതുകൊണ്ടാണ് ദൈവത്തിന് സഹതാപം. മനുഷ്യന് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവനെ സ്വാധീനിച്ച ഒരു ഉപരിതലത്തിലൂടെ ഉള്ള ഒരു അറ്റാക്കാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അത് ദൈവത്തിനറിയാം. സഹതാപത്തോടെ കർത്താവ് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളെ സഹതാപത്തോടെ ദൈവം ഹാൻഡിൽ ചെയ്യുന്നത്. മനുഷ്യൻ്റെ സഹതാപമല്ല. മനുഷ്യൻ്റെ സഹതാപം എന്നാണെന്നറിയാവോ? യോ പാവം എന്നൊക്കെ പറഞ്ഞ് സഹായിച്ചതിന് ശേഷം ഇച്ചിരി പച്ച പിടിച്ച് കഴിയുമ്പോൾ, അറിഞ്ഞോ അന്ന് എൻ്റെ കാരുണ്യം കൊണ്ടാ എന്നും പറഞ്ഞ് അതിനേക്കാൾ നമുക്ക് അയ്യോ അതും ആ പലിശയും കൂടെ കൊടുക്കാൻ തോന്നും. പിന്നെ നമുക്ക് ചിലർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ സഹതാപം അങ്ങനെയല്ല. അവിടെ ചെന്നിരുന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഞോണ്ടിയേച്ച്, അറിഞ്ഞോ നീ അന്നത്തെ ഞാൻ ക്ഷമിച്ച് തന്നതാ കേട്ടോ ആ പാപം എന്ന് പറഞ്ഞ് ഞോണ്ടിയേച്ചും പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വല്ലാതാക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നല്ല ദൈവമാണ്. നല്ല കൂട്ടാ, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ്. നമ്മളെ ഉള്ളൂ അവിശ്വാസി. ദൈവത്തെ നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാം. അല്ല, ഈ പുസ്തകത്തിനകത്ത് പ്രത്യേകിച്ച് വേറെ ദ്വയാർത്ഥങ്ങളൊന്നുമില്ല. എല്ലാ പുസ്തകത്തിനകത്തും ഉള്ളതേ ഉള്ളൂ. നമുക്കത് കാണുമ്പോൾ ദ്വയാർത്ഥമൊക്കെ തോന്നുന്നതാ. അതിനകത്ത് നല്ല ഉദ്ദേശത്തോടെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്, അശുദ്ധാത്മാവല്ല. സഹതാപമുള്ള ദൈവമാണ്. പിടിച്ച് മൂക്ക് ചെത്തിക്കളയുന്ന ദൈവമൊന്നുമല്ല, തല ചെത്തിക്കളയുന്ന ദൈവമൊന്നുമല്ല. മനുഷ്യൻ കുറേ സമ്പ്രദായങ്ങളും വെച്ചിട്ടുണ്ട്, കുറേ നിയമങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ പിടിച്ച് ഇപ്പം തീയിലിട്ട് കളയുമെന്ന് പറയാം. അങ്ങനെ അതിനുവേണ്ടി തീയും കത്തിച്ച് അടിയിൽ വിറകും കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവമൊന്നുമല്ല. പക്ഷേ ന്യായവിധി ദിവസമുണ്ട്. ആ ന്യായവിധി ദിവസം വരെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. ന്യായവിധി ഉണ്ടെന്ന് അത് മറച്ചു വെച്ചിട്ടില്ല, മറച്ചു വെക്കായിരുന്നു. എങ്കിൽ ദൈവം നീതിയില്ലാത്ത ദൈവമായിരുന്നു. പക്ഷെ ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം അത് പറയുന്നുണ്ട്. പിന്നെ എന്തുവാ പറയുന്നത്? സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ പറഞ്ഞിട്ടുണ്ട്? നിത്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് അതിനു വേണ്ടിയിട്ടൊന്നും പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ജീവിച്ചു പോയാൽ മതിയായിരുന്നു. പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്? നരകം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി അല്ല, പക്ഷെ നമ്മൾ അതിനെ നിർബന്ധം പിടിച്ചാൽ കർത്താവ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇല്ലയോ?
പാസ്റ്റർ അത് പറയുമെന്ന് വിചാരിച്ചില്ല. ആ നരകം തന്നെ എനിക്ക് വേണം എന്ന് നിർബന്ധം പിടിച്ചാൽ അതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ആഗ്രഹം ദൈവത്തിനുണ്ട്, സ്വർഗത്തിൽ അവനോടുകൂടെ യുഗായുഗങ്ങൾ വസിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുണ്ട്. അതിപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളായാലും 3 കുഞ്ഞുങ്ങളായാലും 10 കുഞ്ഞുങ്ങളായാലും എൻ്റെ ആഗ്രഹം എൻ്റെ കൂടെ അവർ വസിക്കണമെന്നാണ്. 5ൻ്റെ കൂടെ 5 കൂടെ ആകുമ്പോൾ 5 പിടിച്ച് അപ്പുറത്ത് കൊടുക്കാമെന്നൊരു ചിന്ത ഒരപ്പനും വരികയില്ല. അപ്പം കർത്താവിൻ്റെ ആഗ്രഹം എന്താ? മക്കളോടുകൂടെ ഒരുമിച്ച് പാർക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആളെണ്ണം കൂടി അപ്പുറത്തേക്ക് പോവാവോ അങ്ങനെ പറയുന്ന ദൈവമല്ല. പക്ഷെ എനിക്ക് നരകം വേണമെന്ന് നിർബന്ധം പിടിച്ചാലോ? എങ്ങനെ നിർബന്ധം പിടിക്കാം? നമ്മുടെ പ്രവൃത്തികളിലൂടെ നിർബന്ധം പിടിക്കാം, നമ്മുടെ അവിശ്വാസത്തിലൂടെ നിർബന്ധം പിടിക്കാം, നമ്മുടെ അഹങ്കാരത്തിലൂടെ നിർബന്ധം പിടിക്കാം. എല്ലാം പുസ്തകത്തിനകത്തുണ്ട്. എല്ലാം നമുക്കുള്ള ചാൻസ് എപ്പോഴാന്ന് വെച്ചാൽ കർത്താവ് വരുന്നത് വരെ ഉള്ളൂ. കർത്താവ് വരുന്നത് വരെ ചാൻസ് ഉണ്ട് എന്നെനിക്ക് പറയാം. 2, കർത്താവ് വരുന്നത് വരെ ചാൻസ് ഉള്ളൂ എന്നും എനിക്ക് പറയാം. 2 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നരകത്തിൽ ഇടാൻ വേണ്ടി നരകത്തിൻ്റെ തീയും കത്തിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പരിചയപ്പെട്ടത്. എൻ്റെ ബലഹീനതകളിൽ സഹതാപം കാണിച്ച്, എന്നെ അവിടുത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ്, അവിടുത്തെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് തന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു അബ്ബായെയാണ് ഞാൻ തിരുവെഴുത്തിനകത്ത് പരിചയപ്പെട്ടത്. ആ തിരുവെഴുത്തിലുള്ള അബ്ബായെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. സുഹൃത്തെ, നീ എത്ര ഒരു ഫാളൻ നേച്ചറുള്ളൊരു വ്യക്തിയാണെങ്കിലും you are going to be restored right now with his power, with his strength, with his word, in the mighty name of Jesus. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിന്നെ നിറയ്ക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിന്നെ നിറയ്ക്കാൻ, നിന്റെ ആ പ്രാകൃത മനുഷ്യൻ്റെ ആ രൂപത്തെ മാറ്റി ദൈവത്തിൻ്റെ തേജസ്സുള്ളൊരു വ്യക്തിയാക്കി തീർക്കാൻ, പണ്ട് നീ ആയിരുന്നതിനേക്കാളും അതിശക്തമാകുന്നൊരു പുതിയ വസ്ത്രധാരിയായി, പുതിയ ശക്തിധാരിയായി, ഒരു പുതിയ നേച്ചറുള്ള, ഒരു ഹെവൻലി നേച്ചറുള്ള ഒരു വ്യക്തിത്വമാക്കി തീർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ തിരുവെഴുത്തിനകത്തുകൂടെ ഞാൻ ദൈവ ശബ്ദത്തിൽ നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ ഒരു തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ആരൊക്കെയോ അധൈര്യത്തോടെ നിൽക്കുകയാണ്. കാലം കുറേ ദൈവദാസന്മാരുടെ പ്രവചനവും ദൂതും പ്രാർത്ഥനയൊക്കെ കേട്ട് മരവിച്ചു തുടങ്ങി. ഇനി ഇതിനകത്തെങ്ങാനും സത്യം ഉണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന, അധൈര്യപ്പെട്ട് നിൽക്കുന്ന ഒരു മനസാക്ഷിക്കുടമയാണെങ്കിൽ തിരുത്തിക്കോ ഈ സമയം. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയുക ഈ സമയം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഓടിച്ചെന്ന് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കയറാനല്ല, ഓടിച്ചെന്നൊരു പാസ്റ്റർ എടുത്ത് പോകാനും അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് അടുത്തു ചെല്ലുക. അടുത്ത് നിൽക്കുന്നവനാണ് കൃപ, അടുത്ത് നിൽക്കുന്നവനാണ് ശക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആരെയൊക്കെയോ ഏതൊക്കെയോ ചില വൈകല്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെയോ വൈകല്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു വികൃത സ്വഭാവത്തിനടിമയാണെങ്കിൽ, നിങ്ങളൊരു വല്ലാത്ത മനസാക്ഷിക്ക് ഉടമയാണെങ്കിൽ, നിങ്ങളൊരു അവിശ്വാസത്തിന്റെ ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ മുഖ്യ തടസ്സം അത് തന്നെയാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ഈ സെക്കൻഡിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, നീ ആ ഒരു ബന്ധനം പൊട്ടി പുറത്തു വരട്ടെ. റൂഫാന ഷെൽ ബ്രഹസി എൽ ബ്രസിയോ ഗ്ലോത്ത് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സെക്കൻഡിൽ നിങ്ങൾ മനസ്സ് ഒരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗം അത് റിസ്റ്റോർ ചെയ്ത് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവിടുന്ന് എന്നെ വെറുക്കുന്ന ദൈവമല്ല, അവിടുന്ന് എന്നെ കളയുന്ന ദൈവമല്ല, അവിടുന്ന് എന്നെ മറന്നു പോകുന്ന ദൈവമല്ല, അവിടുന്ന് എന്നെ കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല. മഗ്ദലക്കാരി മറിയോട് മേലുള്ള 1, 2, 3, 4, 5, 6, 7 ഭൂതങ്ങളെ ശാസിച്ചിട്ട്, നിന്റെ അപ്പന്റെ കുറ്റം കൊണ്ടാ നിന്റെ മേൽ ഭൂതം കയറിയെന്നും, നിന്റെ കുടുംബത്തിന്റെ കുറവ് കൊണ്ടാ നിന്നെയും ആ ഭൂതം ഭരിക്കുന്നതെന്നും, നിന്റെ മേലുള്ള ശാപം കൊണ്ടാ നീ ഇങ്ങനെ ആയെന്നും
നിന്റെ പൂർവികർക്ക് വല്ല ഈ അവസ്ഥ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് വിഷമിപ്പിക്കുകയോ ഇട്ട് കുഴപ്പിക്കുകയോ ചെയ്യാതെ 7 ഭൂതങ്ങളെ അവളിൽ നിന്ന് പുറത്താക്കി എന്റെ കർത്താവിന്റെ മേജർ ശുശ്രൂഷയിലേക്ക് കർത്താവ് കയറ്റി. മേജർ ശുശ്രൂഷ മീൻസ് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ദൈവം അവളെ അപ്പോയിന്റ് ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ്. ഇന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് എന്റെ ദൈവം തന്നാൽ, ഇന്ന് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം എന്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂതങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന മനുഷ്യനെ തന്നെയാ എന്റെ ദൈവം ഏറ്റവും കൂടുതൽ ഭൂതങ്ങളെ പുറത്താക്കാൻ ഉപയോഗിക്കുന്നേ. ഏറ്റവും കൂടുതൽ പൈശാചിക അറ്റാക്കുകൾക്ക് വിധേയപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ തന്നെയാ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു ജയിക്കാൻ എന്റെ ദൈവം അഭിഷേകം ചെയ്യുന്നേ. ഏറ്റവും കൂടുതൽ തിരസ്കരണങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള വ്യക്തികളെ തന്നെയാ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടാൻ എന്റെ ദൈവം വേദി ഒരുക്കുന്നേ. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള മനുഷ്യനെ തന്നെയാ ഏറ്റവും കൂടുതൽ ദൈവം ആശയവിനിമയം നടത്താൻ, തൻ്റെ ഹൃദയ പദ്ധതികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നേ. ഓ റിമാനശംദേ ഹെലമിയാസിയോലിഗോ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിന്ദയോർക്കുമ്പോ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലിത് നീ എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലിത് അങ്ങൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒത്തിരി നന്മകളൊക്കെ ഉണ്ട്. ആർക്കും അതൊന്നും ഇല്ല പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഏറ്റവും വലുതായി എണ്ണുന്ന ഒരു നന്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ. അത് എൻ്റെ ഫാളൻ നേച്ചറിൽ നിന്ന് കർത്താവ് എന്നെ റിസ്റ്റോർ ചെയ്തു എന്നുള്ളതാണ്. ചേർത്ത് സംസാരിക്കാം. നമ്മുടെ ഫാളൻ നേച്ചറിൽ നിന്ന്, വീണുപോയ പ്രകൃതത്തിൽ നിന്ന് നമ്മളെ കർത്താവ് സേവ് ചെയ്തു, റിസ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. അതുകൊണ്ടാണ് എനിക്ക് അവിടുത്തെ ആത്മാവുമായി പരിചയപ്പെടാനും, അവിടുത്തെ ആത്മാവിൽ ജീവിക്കാനും, അവിടുത്തെ ശക്തിയിൽ നിറയാനും, അവിടുത്തെ ബലത്തിൽ പൈശാചിക ബലത്തെ തകർക്കാനും, അവിടുത്തെ ആത്മാവിൽ അവിടുത്തോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. നമ്മൾ പലരും അറിയാതെ ദൈവസന്നിധി 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 എന്ന് ഉച്ചരിച്ച വാക്കുകൾ പലപ്പോഴും അവിടുത്തെ കൃപാസനത്തോടുള്ള അടുപ്പമായിരുന്നു, അവിടുത്തെ കൃപാസനത്തിലേക്കുള്ള സന്ദർശനങ്ങളായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ സമയം നിങ്ങൾ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു റിസ്റ്റോറേഷൻ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് പറയുന്ന സമയങ്ങൾ, നാളുകൾ, അവസരങ്ങൾ, പ്രായം, സമ്പത്ത്, അഭിഷേകം ഒക്കെ ഉണ്ടാകാം, വിശുദ്ധി. ഞാൻ പറയുന്നു, നിങ്ങൾക്കതെല്ലാം റിസ്റ്റോർ ചെയ്തെടുക്കാൻ എൻ്റെ ദൈവം അവസരം തരികയാണ്. തിരുവെഴുത്ത് നാം തുടക്കത്തിൽ ആരംഭമായി വായിച്ച വാക്യം എബ്രായർ 3:12. ഇന്ന് നാം അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ
ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അതായിരുന്നു 3:8, എബ്രായർക്ക് എഴുതിയ ലേഖനം 3:8. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അതാ ദൈവം ആരോടൊക്കെയോ ഇന്ന് സംസാരിച്ചു. ദൈവശബ്ദമായി ദൈവത്തിന് നിങ്ങളോട് അറിയിക്കാനുള്ളത്, നിങ്ങളിലേക്ക് കൈമാറാനുള്ള ചില ആലോചനകൾ ദൈവം അറിയിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്. ദൈവം നിന്നെ തിരിച്ചെടുക്കാൻ പോകുക, ദൈവം നിന്നെ തിരിച്ചു പിടിക്കാൻ പോകുക, നിന്നെ ചിലതൊക്കെ ദൈവം ഏൽപ്പിക്കാൻ പോകുക, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് സെറ്റിൽ ചെയ്യാൻ പോകുക, നിങ്ങളെ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകുക. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക്, ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക്, ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക്, ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോട് ഇന്ന് അറിയിച്ച ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ മേലൊരു ദൈവപ്രവൃത്തി നടക്കാൻ തടസ്സമായി, ഞങ്ങളിലൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ തടസ്സമായി, ഞങ്ങളിൽ തന്നെ വ്യാപരിക്കുന്ന എല്ലാ അവിശ്വാസത്തെയും, എല്ലാ ഹൃദയ കാഠിന്യത്തെയും, എല്ലാ പാപ സ്വഭാവത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. അതിനെല്ലാ ബന്ധവും ഞങ്ങൾ കട്ട് ചെയ്യുന്നു. ദൈവ മഹത്വം ഞങ്ങളെ മൂടുമാറാകട്ടെ. ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വന്ന് നിറയുമാറാകട്ടെ. ഒരു പുതിയ മഹത്വം ഞങ്ങളെ കാണിപ്പിക്കണമേ കർത്താവേ. ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ, ഇവരിലുള്ള പാപികൾ ഇപ്പോൾ മാനസാന്തരപ്പെടട്ടെ, ഇവരിലുള്ള തകർന്നവർ ഈ സെക്കൻഡിൽ പണിയപ്പെടട്ടെ, ഇവരുടെ കണ്ണുകൾ അത്ഭുതം കാണട്ടെ, എല്ലാ ദോഷങ്ങളും വിട്ടുമാറട്ടെ. ഒരു മഹത്വം ഇതിന്മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.